ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ബോയ് നെക്സ്റ്റ് വേൾഡ് എന്ന സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് സിറും ക്യാനും ഒരുമിച്ച് കിടന്ന് ഉറങ്ങുന്നതാണ്. ആ സമയം ക്യാനിൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കുമ്പോൾ നളിനും ടീയും പിന്നെ ജിന്നും എല്ലാവരും കൂടെ ആയിട്ട് ഇവനാണെങ്കിൽ നീ ഓക്കെ ആണോ, നിനക്ക് ഞങ്ങളുടെ ഹെൽപ്പ് ഉണ്ടോ, ഞങ്ങളെങ്ങാനും വരണോ, നിനക്ക് സങ്കടം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവരെല്ലാവരും ഇന്നാണല്ലോ ആ ദിവസം, അവൻ ഭയങ്കര വിഷമത്തിലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അഷീനെ കാണിക്കുമ്പോഴും ഇവ ഉറക്കം എഴുന്നേറ്റ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അയ്യോ ഇന്നല്ലേ ആ ദിവസം എന്നും പറഞ്ഞിട്ട് അവനും ക്യാനിന് മെസ്സേജ് അയക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാനിൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ ദിവസം ഇന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ വിഷമിക്കുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഞങ്ങൾ വരണോ, നിനക്ക് സങ്കടം ഉണ്ടോ, ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ 5 പേരും ചേർന്നിട്ടൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ അകത്താണ് ഇവരെല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അത് നോട്ടിഫിക്കേഷൻ വരുന്ന കാണുമ്പോൾ ക്യാൻ ഉറക്കം എഴുന്നേറ്റിട്ട് ഇതൊക്കെ നോക്കുന്നുണ്ട്. ആ സമയം സിറ് ഉറക്കം എഴുന്നേക്കാണ്. ആ സമയം ക്യാൻ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് സിറാണെങ്കിൽ വിഷമിച്ചിരിക്കാതെ കുളിച്ചിട്ട് വാ, ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ലേ, നിനക്ക് അച്ഛൻ്റെ സ്ഥലത്ത് പ്രാർത്ഥിക്കാനൊക്കെ പോകണ്ടേന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ പോകണം, ഞാൻ പോയി റെഡി ആയിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. സിറപ്പം ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ ക്യാൻ അത് വേണ്ട, എല്ലാ വർഷവും ഞാൻ ഒറ്റയ്ക്കല്ലേ പോകുന്നു, കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സിറ് വീണ്ടും ഞാൻ നിൻ്റെ കൂടെ വന്നിട്ട് പ്ലീസ് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ക്യാൻ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് റെഡി ആയതിനു ശേഷം ഇവർ നേരെ മാർക്കറ്റ് ഏരിയയിലേക്ക് ചെല്ലുന്നതാണ്. സിറിൻ്റെ കാറിലാണ് ഫസ്റ്റ് വരുന്നത്. പിന്നീട് അങ്ങോട്ട് അവരാണെങ്കിൽ വണ്ടിയിലോട്ടൊക്കെയാണ് പോവേണ്ടത്, കാരണം കാറൊന്നും പോകത്തില്ല, ഭയങ്കര തിരക്കുള്ള ഏരിയയാണ്. ആ സമയം സിറിൻ്റെ കയ്യിലായിരുന്നു ക്യാനിൻ്റെ ഫോൺ ഇരിക്കുന്നത്. ആ സമയം ക്യാൻ ഇതുവരെയായിട്ട് ഗ്രൂപ്പിൽ റിപ്ലൈ എടുക്കാത്തതുണ്ട്. ഫ്രണ്ട്സ് ആണെങ്കിൽ നീ ഓക്കെ ആണെന്നും പറഞ്ഞിങ്ങനെ മെസ്സേജ് കൊണ്ടിരിക്കായിരുന്നു. ആ സമയം സിറ് ക്യാനിന് വേണ്ടിയിട്ട് അതേന്ന് പറഞ്ഞിട്ട് തിരിച്ച് റിപ്ലൈ എടുക്കുന്നുണ്ട്. ആ സമയം സിറിൻ്റെ ഫോണിലും ആരോ ഒരാൾ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്തായി, ഡീലൊക്കെ സെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡീലൊക്കെ സെറ്റാണ്, പറഞ്ഞാൽ തന്നെ ഉടനെ തന്നെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. ആളുടെ പേരെന്താ, ആരാ എന്നൊന്നും കാണിക്കുന്നില്ല. ആ സമയമാണ് അങ്ങോട്ടേക്ക് ക്യാൻ വരുന്നത്. ആ സമയം സിറാണെങ്കിൽ അത് പിന്നെ നിൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തു എന്ന് പറയുമ്പോൾ ക്യാനാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാതെ എൻ്റെ ഫോൺ നീ യൂസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. സിർ അപ്പോൾ ഇനി തൊട്ട് ഞാൻ ചോദിച്ചിട്ട് യൂസ് ചെയ്തോളാം, അല്ലെങ്കിലും എന്ത് ചെയ്യുവാണെങ്കിലും നിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയല്ലേ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണ് വിഷയം മര്യാദയ്ക്കിരിക്കെ, ഇനിയിപ്പോൾ നമുക്ക് പോവാം, നീ മുമ്പേ ടുക് ടുക്കി കയറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം സിർ ടുക് ടുക്കോ എന്താ സാധനം എന്ന് ചോദിക്കുന്ന സമയത്ത് ദേ അങ്ങോട്ട് നോക്കാനായിട്ട് പറയുന്നുണ്ട്. സംഭവം വരുന്നില്ല, നമ്മുടെ ഓട്ടോറിക്ഷ പോലത്തെ ഒരു സംഭവമാണ്. അങ്ങനെ നമ്മുടെ സിറിനെ അതിൻ്റെ അകത്ത് കയറ്റിക്കൊണ്ട് ഇവരങ്ങ് പോവുകയാണ്. ആ സമയം അതിൻ്റെ 3 സൈഡ് ഓപ്പണാണ്. ഈ വണ്ടിയാണെങ്കിൽ വളഞ്ഞും തിരിഞ്ഞൊക്കെ സ്പീഡിന് പോകുന്നുണ്ട്, ഏത് സൈഡിൽ നിന്ന് തെറിച്ച് പോവാം. അതുകൊണ്ട് തന്നെ സിറിന് നല്ല പേടിയുണ്ട്. സിറാണെങ്കിൽ ഇതിനു മുമ്പ് ഇതിൻ്റെ അകത്ത് കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പേടിച്ച് വിറച്ച് ഒരു സൈഡിൽ ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് നീ ഓക്കെ ആണോ, പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സിർ എന്ത് പേടി, ഇതൊക്കെ സിമ്പിളല്ലേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം അവർ ശരിക്കും ആ മാർക്കറ്റിൻ്റെ ഏരിയയിൽ എത്തുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം നമ്മുടെ ക്യാനാണെങ്കിൽ കുറേ കടകളിൽ കയറിയിട്ട് ഫുഡ് ഐറ്റംസാണ് വാങ്ങുന്നത്. അവൻ എല്ലാ വർഷവും അച്ഛൻ്റെ ഈ ഒരു പ്രാർത്ഥന ദിവസം ചെയ്യുന്നതാണ്. മേ ബി ഇതെല്ലാം അച്ഛന് ഓഫറിങ്സ് ആയിട്ട് ഇങ്ങനെ വയ്ക്കാനായിരിക്കും പ്രാർത്ഥിക്കുന്ന ടൈമിന്. എന്തായാലും പല പല കടയിൽ, അതായത് അടുത്തടുത്തുള്ള കടയല്ല, കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കുന്നതാണ്. സിറ് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ അതിൻ്റെ കവറുകളും സിറാണ് പിടിക്കുന്നതും. സിറാണെങ്കിൽ അവൻ്റെ ലൈഫിൽ ഇങ്ങനെയൊന്നും വേർത്തിറങ്ങി നടക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് വേർത്ത് മൊത്തത്തിൽ തളർന്നിരിക്കുകയും ചെയ്യുവാണ്. അങ്ങനെ ഒരു കടയുടെ ഫ്രണ്ടിലെത്തുമ്പോൾ സിറാണെങ്കിൽ ക്യാനിൻ്റെ അടുത്ത് നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം എന്തുകൊണ്ടോ സിറും താഴ്ന്നിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഒന്ന് റെസ്റ്റ് എടുത്തേക്കാന്ന് എഴുതിയിട്ട് ക്യാൻ എനിക്ക് വിശപ്പുണ്ട്, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഫുഡ് വാങ്ങാനുള്ളതെന്നല്ലേ, ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ആ കടയിൽ കയറി ഇരിക്കുവാണ്. ആ സമയം ക്യാനാണെങ്കിൽ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് നീ ഇങ്ങനെ കൂടാതെ എല്ലാം ചെയ്തു തരുന്നുണ്ടല്ലോ, താങ്ക്സ് എന്ന് പറയാണ്. ആ സമയം സിറ് നിൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലെങ്കിലും ഞാനും അയാളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ അച്ഛനെ റെസ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിൻ്റെ അച്ഛനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നീ എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഞാൻ സ്കൂൾ ടൈമിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചു പോയത്. അതിനുശേഷം അമ്മയ്ക്കെന്തോ അച്ഛൻ്റെ ഓർമ്മയുള്ള ഈ സ്ഥലത്ത് നിൽക്കാൻ വിഷമമായിട്ട് അമ്മ ഇവിടെ നിന്നില്ല, അമ്മ ഈ സ്ഥലത്ത് തന്നെ പോയി. അമ്മ ഇപ്പോൾ വേറെ സ്ഥലത്താണുള്ളത്, ഇങ്ങോട്ടേക്ക് പോന്നിട്ട് ഒത്തിരി നാളായി, വല്ലപ്പോഴും വരത്തേ ഉള്ളൂ. ആ സമയം എനിക്ക് 2 ആൻറ്റിമാരുണ്ട്, അവർ പറഞ്ഞു അവരെന്നെ നോക്കിക്കോളാന്ന്. പക്ഷേ ആ 2 ആൻറ്റിമാരിൽ ഒരാളുടെ കല്യാണം കഴിഞ്ഞ ഫാമിലിയായി. അതുകൊണ്ട് ഞാൻ മറ്റേ ആൻറ്റിയുടെ കൂടെ നിന്നത്. അപ്പോൾ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നവരെ ആ ആൻറ്റിയുടെ കൂടെ താമസിച്ചിട്ട് കോളേജിൽ ജോയിൻ ആയപ്പോൾ ഇനി ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം, ആൻറ്റി വെറുതെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്വന്തം കാര്യങ്ങൾ നോക്കി തുടങ്ങിയതാണ്. അപ്പോൾ തൊട്ട് അച്ഛൻ മരിച്ച ആ ഒരു ഡേറ്റ് എന്നും രാവിലെ ഞാൻ എഴുന്നേറ്റ് ഞാൻ തന്നെ അച്ഛൻ്റെ എല്ലാ ഫേവറേറ്റ് ഫുഡും കടയിൽ കയറി വാങ്ങിച്ച് അച്ഛൻ്റെ ഫേവറേറ്റ് പൂവെല്ലാം വാങ്ങിച്ച് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അതേസമയം സിറ് എല്ലാം കേട്ടിരുന്നിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവാണ്. എന്നിട്ട് ഒരു ഡ്രിങ്ക്സ് വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്, കാരണം ക്യാനാണെങ്കിൽ ഒത്തിരി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇത് കുടിക്കാനൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ
ഇറങ്ങുമ്പോഴത്തേക്കും ക്യാനാണെങ്കിൽ അവൻ വാങ്ങിച്ച ഫുഡ് ഐറ്റംസ് അച്ഛന് ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാം ഉണ്ടോ എന്നിങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ സിറാണെങ്കിൽ നീ പൂ വാങ്ങാൻ മറന്നിട്ട് ഇതാ ഞാൻ വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാൻ അവനെ തന്നെ നോക്കുന്നതായിട്ട് സിർ അയ്യോ എന്ത് പറ്റി, പൂ മാറിപ്പോയോ, ഇതല്ലേ എന്ന് നോക്കുന്നുണ്ട്. ആ സമയം ക്യാൻ ഇത് തന്നെയാ, അല്ല നിനക്കതെങ്ങനെ കറക്റ്റ് അറിയാം, പാരലൽ യൂണിവേഴ്സിലും നീ ക്യാനിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം സിർ ആ ഒരു സത്യം, അതായത് പാരലൽ യൂണിവേഴ്സ് അവൻ വെറുതെ പറഞ്ഞതാണെന്നുള്ള സത്യം ഇതിലൂടെ തുറന്ന് പറയാത്തത് കൊണ്ട് തന്നെ അതെ ഞാൻ അവൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ടെന്ന് പറയാണ്. അത് കേട്ട് ക്യാനാണെങ്കിൽ അപ്പോൾ പാരലൽ യൂണിവേഴ്സിലുള്ള ക്യാനിൻ്റെ അച്ഛന് മരിച്ചുപോയല്ലേ, എന്താ എപ്പോഴും ഇങ്ങനെ, അവൻ്റെ അച്ഛൻ മരിച്ചുപോയെങ്കിലും അവന് നീ ഉണ്ടല്ലോ, തിരിച്ചു പോകുമ്പോൾ അവനെ കെയർ ചെയ്യാൻ നീ കാണുമല്ലോ. പക്ഷേ എൻ്റെ അച്ഛൻ ഇവിടെ മരിച്ചുപോയി, എന്നെ കെയർ ചെയ്യാൻ ആരുമില്ല, ഈ ലൈഫിൽ എന്താ, ഈ യൂണിവേഴ്സിൽ എന്താ ഞാനും സിറും തമ്മിൽ ഒന്നിക്കാട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ക്യാനിന് സിറിനോട് ഫീലിങ്സ് തോന്നി തുടങ്ങി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചു പോകും, പാരലൽ യൂണിവേഴ്സിലേക്ക് പോയി കളയും, പിന്നെ ഇവൻ ആരും ഉണ്ടാവില്ല എന്നൊരു ഫീലിൽ അവൻ്റെ വായിൽ നിന്ന് അറിയാതെ വന്നു പോയതാണ്. അങ്ങനെ ക്യാൻ പെട്ടെന്ന് അയ്യോ താനിത് എന്താ പറഞ്ഞെന്നുള്ള രീതിയിൽ ആലോചിച്ച ശേഷം ഞാൻ വെറുതെ പറഞ്ഞത് അതൊന്നും നീ മൈൻഡാക്കണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ സിർ ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സത്യമായിട്ട് ഞാൻ ചുമ്മാ പറഞ്ഞത് ആ നമുക്ക് പോകാൻ സമയം ലേറ്റായി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനങ്ങളെല്ലാം കൊണ്ട് നടന്നു പോവാണ്. ആ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് സിറിന് ക്യാനിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് അവൻ വാങ്ങുന്ന പൂ ഏതാണെന്ന് മനസ്സിലാക്കാൻ കാരണം സ്കൂൾ ടൈമിൽ നമ്മുടെ സിറിന് ക്യാൻ്റെ അടുത്ത് ഇഷ്ടം തോന്നി തുടങ്ങിയതാണെന്ന് നമ്മൾ ഫ്ലാഷ് ബാക്കിൽ മനസ്സിലാക്കിയതാണ്. അങ്ങനെ സിർ കോളേജിൽ ജോയിൻ ചെയ്ത ടൈമിന് ക്യാനാണെങ്കിൽ സ്കൂളിൽ അപ്പോഴും പഠിക്കുന്നേ ഉള്ളൂ, കാരണം അവൻ കോളേജിൽ ജോയിൻ ചെയ്യാൻ ടൈം ആയിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈമിന് സിറാണെങ്കിൽ ക്യാൻ അവൻ്റെ അച്ഛൻ്റെ ഈ ഒരു മരിച്ച ദിവസം ഇതുപോലെ സാധനങ്ങളും പൂവെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക്. ആ സമയം അവൻ ഇതെല്ലാം നോട്ടീസ് ചെയ്തതാണ്. എന്നാൽ ആ ടൈമിന് അവന് ക്യാൻ്റെ അടുത്ത് പോയി സംസാരിക്കാനും ഒക്കെ ഒരു മടിയായിരുന്നു. അതായത് എങ്ങനെ പോകണം, എങ്ങനെ സംസാരിക്കണം, ഒരു ധൈര്യം ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവന് കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ ഇപ്പോൾ അത് ആലോചിച്ചിട്ട് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ക്യാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന കാണുമ്പോഴത്തേക്കും ക്യാനിനെ തനിക്ക് ഒറ്റയ്ക്ക് ഇടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നേരെ ക്യാനിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ആ സാധനങ്ങളെല്ലാം അവൻ്റെ കൈ വാങ്ങിച്ചിട്ട് ഞാൻ നിന്നെ വിട്ടിട്ട് ഒരിക്കലും പോകത്തില്ല, എപ്പോഴും നിന്നെ കെയർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ക്യാനപ്പോൾ നീ സീരിയസ് ആയിട്ട് പറയുന്നല്ലേ എന്ന് നോക്കുമ്പോൾ അതേ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നതെന്ന് സിർ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ക്യാനിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വിമ്മിനെയാണ്. വിമ്മിപ്പോൾ സിറിൻ്റെ മെസ്സേജ് വന്നതുകൊണ്ട് തന്നെ ഒരു തിയേറ്റർ ഒരു സ്ഥലത്തേക്ക് വന്നൊക്കെയാണ്. അപ്പോൾ സിർ അവന് ഒരു അത്യാവശ്യ കാര്യമാണ് ഒന്ന് വാന്നും പറഞ്ഞാണ് മെസ്സേജ് അയച്ചത് വിളിച്ചത്. അങ്ങനെ ഇവരിത് എവിടെ പോയിരിക്കാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ എഴുതി ഫോൺ എടുത്തുകൊണ്ട് വരുമ്പോഴാണ് ഇവൻ്റെ മുന്നിലേക്ക് ജിന്ന് വരുന്നത്. ജിന്നെ കാണുമ്പോൾ എന്താണ് ഇവിടെ എന്നുള്ള രീതി നോക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ നീ വന്നോ നമുക്ക് പോയാലോ എന്ന് നോക്കിയാണ്. ആ സമയം ഇവൻ എങ്ങോട്ട് പോകാൻ, ഞാൻ സിറിനെ കാണാൻ വന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം അറിയാം സിർ നിന്നെ എനിക്ക് വേണ്ടിയിട്ട് വിളിച്ചതെന്ന് പറയുന്നുണ്ട്. ആ സമയം നീ എന്തൊക്കെയാണ് പറയുന്നത്, എന്തോ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സിർ വിളിച്ചു, അല്ല എന്തിനിപ്പോൾ വിളിച്ചത്, അല്ല നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു സിനിമയ്ക്ക് പോവാണെന്ന്, അക്കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഷോ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം എന്ത് ഞാൻ നിൻ്റെ കൂടെ വരത്തില്ല എന്ന് അന്നേ പറഞ്ഞല്ലേ, നോക്കണ്ട എന്നെ കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാനെ വീണ്ടും വിളിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് വിമ്മെന്ന, എന്തൊക്കെ ചെയ്താലും ശരി സിർ നീയും കൂടെ എന്നെ ഭീഷണിപ്പെടുത്തിയാലും ഞാൻ വരത്തില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ പിന്നെ കാണിക്കുന്നത് വിമ്മിനെ എങ്ങനെയൊക്കെ പിടിച്ച് അകത്തോട്ട് കയറ്റി ഇരുത്തിയിരിക്കുന്നതാണ്. അങ്ങനെ ഇപ്പോൾ സിനിമ സ്റ്റാർട്ടാവുന്നുണ്ട്. നമ്മുടെ വിമ്മാണെങ്കിൽ സിനിമയിലേക്ക് മൈൻഡ് ചെയ്യുന്നില്ല, എന്നാൽ ജിന്നാണെങ്കിൽ പോപ്കോണൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വിമ്മ അവൻ്റെ മനസ്സിൽ എന്നാലും സിർ എന്തിനാ ഇവന് വേണ്ടിയിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്, സിർ അങ്ങനെ ആർക്കും വേണ്ടിയിട്ട് ഒന്നും ചെയ്യത്തില്ലല്ലോ, എത്ര വർഷമായി ഞാൻ അവൻ്റെ ഫ്രണ്ടായിട്ടിരിക്കുന്നു, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പോലും ചെയ്തു തരത്തില്ല, എന്നിട്ടാണോ ഈ ജൂനിയർ ചെക്കൻ പറഞ്ഞിട്ട് അവന് വേണ്ടിയിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുന്നത്, സിർ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, സിറാണെങ്കിൽ ഇവൻ പറയുന്നതൊക്കെ അനുസരിക്കാൻ മാത്രം എന്തായിരിക്കും സംഭവം, ഇവനുള്ള പവറും വല്ലതും ഉണ്ടോ, എന്താ ഈ കാര്യം, എനിക്ക് ആ പവർ എനിക്കും വേണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിമ്മ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മനസ്സിൽ. എന്നാൽ ഓരോരുത്തരും മൈൻഡിൽ വിചാരിക്കുന്ന സംഭവം കേൾക്കാൻ പറ്റുന്ന ജിന്ന് നമ്മുടെ വിമ്മാണെങ്കിൽ ഇങ്ങനെയൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയമാണ് ജിന്ന് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നത്. അതായത് ജിന്നാണെങ്കിൽ വിമ്മിൻ്റെ അടുത്ത് സിനിമ കാണാൻ വരുമെന്നൊക്കെ ചോദിക്കുന്ന ടൈമിലല്ല വിമ്മ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ ഒരു സീൻ നടക്കുന്ന ടൈമിൽ അങ്ങോട്ടേക്ക് സിർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിമ്മ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നു പോകുന്ന ടൈമിൽ സിറാണെങ്കിൽ ജിന്നിൻ്റെ അടുത്ത് അവൻ ഇതുവരെയായിട്ട് സിനിമയ്ക്ക് വരാൻ സമ്മതിച്ചില്ലേന്ന് ചോദിച്ചപ്പോൾ ഇല്ല നീ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സിർ ഞാൻ ഹെൽപ്പ് ചെയ്യത്തില്ല, അവൻ എൻ്റെ ഫ്രണ്ടാണ്, അവന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ അവനെ നിർബന്ധിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് ജിന്നപ്പോൾ. പക്ഷേ ഞാൻ കൊണ്ടുപോകാമെന്ന് പറയുന്ന സിനിമ അവൻ്റെ ഫേവറേറ്റ് കാറ്റഗറിയിലുള്ള സിനിമയാണ്, അതാണെങ്കിൽ ലാസ്റ്റ് ഷോയുമാണ്, അവനെ കാണിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന് അവൻ വരുന്നില്ല എന്ന് പറയാണ്. സിറപ്പോൾ അവൻ്റെ മൈൻഡ് വായിച്ചിട്ടല്ലേ അവൻ ഏത് ടൈപ്പ് സിനിമയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്, നീ ഇങ്ങനെ മറ്റുള്ളവരെ മൈൻഡ് വായിക്കുന്നത് ഒന്ന് നിർത്താനായിട്ട് പറയുന്നുണ്ട്. ജിന്നപ്പോൾ ഞാനായിട്ട് വായിക്കുന്നതല്ല, ഞാനുമായിട്ട് ഒരുവിധം അടുത്തുള്ള ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ആരുണ്ടെങ്കിലും അവരുടെ മൈൻഡിൽ കൂടെ നടക്കുന്നതെല്ലാം എനിക്ക് താനേ കേൾക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നിന്നിൽ മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്, നീയും കംപ്ലീറ്റ് ഓപ്പോസിറ്റാണ്, നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും നിൻ്റെ അടുത്ത് വന്ന് നിന്നാലും നിൻ്റെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയതുകൊണ്ട് തന്നെ ഒന്നും തന്നെ നിൻ്റെ അടുത്ത് നിന്നാലും എനിക്കങ്ങനെ കേൾക്കാൻ പറ്റില്ല. എന്നാൽ വിമ്മിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ മൈൻഡിൽ അവൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അതുകൊണ്ട് നോൺ സ്റ്റോപ്പായിട്ട് അവൻ ഇങ്ങനെ വിചാരിക്കുന്ന എല്ലാം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്.
എന്നിട്ട് വീണ്ടും സിറിൻ്റെ അടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്തോടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം സിറ് പറ്റത്തില്ല എന്ന് തന്നെ പറയുമ്പോൾ ജിന്നാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ ക്യാനിൻ്റെ അച്ഛൻ മരിച്ച ദിവസമാണ്. ആ ദിവസം അവൻ ഫുള്ള് വിഷമത്തിയായിരിക്കും. രാവിലെ മൊത്തം അച്ഛന് ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് അവൻ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പോകും. ഒരു വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി വരെ ഞങ്ങളെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് അവൻ കൂടെ ഇരുത്തിയിരിക്കും. പക്ഷേ ഈ വർഷം വേണമെങ്കിൽ നിനക്ക് മാത്രമായിട്ട് അവൻ്റെ കൂടെ ഇരിക്കാം. ഒരു ഫ്രണ്ട് പോലും അവൻ്റെ അടുത്തോട്ട് വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനുള്ള കാര്യം ഞാൻ ചെയ്തു തരാം. അത് വേണമെങ്കിൽ മര്യാദയ്ക്ക് എന്നെയും വിമ്മിനെയും ഒരുമിച്ചുള്ള വഴി കണ്ടുപിടിക്കാനായിട്ട് പറയുന്നുണ്ട്. അത് കേട്ടോണ്ട് സിറാണെങ്കിൽ ഞാൻ റെഡി. അല്ല വിമ്മ് എങ്ങോട്ടേക്കാണ് വരേണ്ടത്? ആ സിനിമ കാണാനല്ലേ, അങ്ങോട്ടേക്ക് ഞാൻ അവനെ എത്തിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം ഇപ്പോൾ ആലോചിച്ചിട്ട് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ സിറ് ക്യാനിൻ്റെ കാര്യം പറയുമ്പോൾ എത്ര പെട്ടെന്നാണ് തനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തന്നെയെന്ന് ആലോചിച്ചിട്ട് ഇപ്പോൾ ജിന്നിരുന്ന് ചിരിക്കുകയാണ്. ആ സമയം വിമ്മാണെങ്കിൽ ഇവ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. എന്ത് കാണാനാണ് ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്ന് പതുക്കെ പറയേ, തിയേറ്ററിൽ നമ്മൾ മാത്രമല്ലല്ലോ ഒത്തിരി ആൾക്കാർ ഇരിപ്പില്ലേന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിരുന്ന പോപ്കോൺ ആണെങ്കിൽ നമ്മുടെ വിമ്മിന് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ബോക്സോടെ കൊടുത്തിട്ട് സിനിമ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുക. നീയാണെങ്കിൽ സിനിമ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് വിമ്മിനാണെങ്കിൽ ആ ഒരു പോപ്കോൺ മൊത്തത്തിൽ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. വിമ്മ് വീണ്ടും എന്നാലും സിറെന്തിനാ എനിക്കിങ്ങനെ പണിയുന്നത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആ ഒരു പോപ്കോണിൻ്റെ ബോക്സ് അവൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴാൻ പോവാണ്. ജിന്നുണ്ണെ അത് പിടിച്ചിട്ട് ശ്രദ്ധിച്ചിരിക്കാനൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജിന്നിൻ്റെ അവൻ്റെ കൈ തമ്മിൽ ടച്ച് ആവുന്നുണ്ടായിരുന്നു. വിമ്മിന് ആ സമയം അവൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്ന പോലെ തോന്നിയിട്ട് വിമ്മ് അവൻ്റെ മനസ്സിൽ അല്ല എൻ്റെ ഹാർട്ട് ബീറ്റ് എന്തിനാണ് ഇങ്ങനെ കൂടുന്നത്? ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങിയതാണല്ലോ, നന്നായിട്ട് ഫുഡ് കഴിച്ചാണല്ലോ, പിന്നെ എന്തിനാണ് എൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടുന്നത്? ദൈവമേ, ഇവൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്കെന്തിനാ ഇങ്ങനത്തെ ഫീലൊക്കെ വരുന്നതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജിന്ന് ഇവനെ എനിക്ക് ഈസി ആയിട്ട് വളയ്ക്കാൻ പറ്റുമല്ലോ എന്നൊരു സന്തോഷത്തിൽ അവനും ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവൻ്റെ മൈൻഡിൽ കൂടെ പോകുന്നത്. അതിനുശേഷം ചെറുതിനെയും ക്യാനിനെയും കാണിക്കുമ്പോൾ അവരിപ്പോൾ ക്യാനിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ക്യാനാണെങ്കിൽ ഇതാണ് എൻ്റെ വീട്, സ്കൂൾ ടൈം ഞാൻ ഇവിടെയാണ് താമസിച്ചിരുന്നത്. പിന്നെ അച്ഛൻ മരിച്ച് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അമ്മ ഇവിടെ നിന്ന് പോയി. പിന്നെ ഞാനും എൻ്റെ ആൻറ്റിമാരുടെ കൂടെയായിരുന്നു. എന്നാലും എല്ലാ ആഴ്ചയും ഇവിടെ വീട് ക്ലീൻ ചെയ്യുന്ന ഒരാൾ വരും. അതുകൊണ്ട് വീട് എപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്, നമുക്ക് അകത്തേക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ക്യാനാണെങ്കിൽ ഭയങ്കര ചിരിച്ച് പറയായിരുന്നു. എന്നാൽ അവനാണെങ്കിൽ ഫേക്കായിട്ട് ചിരിക്കുന്നതായിരുന്നു. കാരണം അവന് സങ്കടമില്ലാന്ന് കാണിക്കാനായിട്ട്. അത് മനസ്സിലായിട്ട് സിറാണെങ്കിൽ എൻ്റെ മുന്നിൽ നീ നിൻ്റെ ഫീലിങ്സ് മറച്ചു വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നീയാണെങ്കിൽ നീയായിട്ട് തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. എപ്പോഴും നിൻ്റെ കൂടെ ഞാനുണ്ടാവും. അതുപോലെ തന്നെ നീ എത്ര ഇങ്ങനെ വിഷമമില്ലാത്ത പോലെ കാണിച്ചാലും നിൻ്റെ അമ്മയ്ക്കത് മനസ്സിലാക്കാൻ പറ്റും. നിൻ്റെ അമ്മ ഇപ്പം നിൻ്റെ അടുത്തില്ലെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ നീയായിട്ട് തന്നെ ഇരിക്കും, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ നല്ല സങ്കടം വന്നിട്ട് സിറിനെ ഹഗ് ചെയ്തിട്ട് ഞാൻ അച്ഛനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. ആ സമയമാണ് മറ്റൊരു കാർ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ കാറിൽ നിന്ന് നമ്മുടെ ക്യാനിൻ്റെ ഒരു കസിനാണ് വരുന്നത്. ആളുടെ പേര് തോണെന്നാണ്. അങ്ങനെ ക്യാനിനെ കാണുമ്പോഴത്തേക്കും ക്യാൻ നീ എന്താ വീടിൻ്റെ പുറത്തിരിക്കുന്നത്, അകത്തേക്ക് കയറാത്തെന്താ, പിന്നെ ഇതാരാന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വീടിൻ്റെ അകത്ത് കയറിയിട്ട് ക്യാൻ്റെ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ മെഴുതിരിയൊക്കെ കത്തിച്ച് വാങ്ങിച്ച ഫുഡും സംഭവങ്ങളെല്ലാം വയ്ക്കുന്നതാണ്. ക്യാനപ്പോൾ തോണിൻ്റെ അടുത്ത് അല്ല പെട്ടെന്ന് പറ്റി ഇങ്ങോട്ടേക്ക് വന്നത്, നീ വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലാന്ന് പറഞ്ഞപ്പോൾ തോണി എൻ്റെ അമ്മയാണ് പറഞ്ഞു വിട്ടേന്ന് പറയുന്നുണ്ട്. അല്ല നീ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ നിൻ്റെ കൂടെ ഒരാൾ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറയുമ്പോൾ ക്യാനാണെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞു, ഇത് തോൺ എൻ്റെ കസിനാണ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് 2 ആൻറ്റിമാരുണ്ടെന്ന്. ഒരു ആൻറ്റി കല്യാണം കഴിച്ച് ഫാമിലി ആയെന്ന് പറഞ്ഞില്ലേ, ആ ആൻറ്റിയുടെ മോനാണ് ഇതെന്ന് പറഞ്ഞിട്ട് സിറിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അടുത്ത് സിറിനെ തോണിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നിന്ന ടൈമിൽ സിറാണെങ്കിൽ അവനെ സ്വയം പരിചയപ്പെടുത്തിയിട്ട് ഞാൻ ക്യാനിൻ്റെ ബോയ് ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാൻ്റെ മുഖമാണെങ്കിൽ ദൈവം എന്തെങ്കിലും വിളിച്ച് പറയുന്നുള്ള രീതി ഇരിക്കുന്നുണ്ട് തോണപ്പോൾ. പക്ഷേ ക്യാൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ക്യാനാണെങ്കിൽ അല്ല അങ്ങനെയല്ല, അവനെൻ്റെ ബോയ് ഫ്രണ്ടാണ് പക്ഷേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും സിറ് ഞാനിപ്പോൾ മൊത്തത്തിൽ അവൻ്റെ ബോയ് ഫ്രണ്ടായിട്ടുണ്ടാവില്ല, പക്ഷേ ഉടനെ ഞാൻ അവൻ്റെ ബോയ് ഫ്രണ്ട് ആവുമെന്ന് തന്നെ പറയുന്നുണ്ട്. ആ സമയം തോന്നാണെങ്കിൽ എന്തൊക്കെയാട്ടോ സംഭവിക്കുന്നതെന്നൊക്കെ രീതിയിൽ നോക്കിയ ശേഷം നിനക്ക് എങ്ങനെയാണ് ഇത്ര ഓപ്പണായിട്ട് ക്യാനിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഇരിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ ഇതൊക്കെ പറയാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ എനിക്കാണെങ്കിൽ അത് പറയാൻ ഒരു മടിയുമില്ല, കാരണം അത് സത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം ക്യാനാണെങ്കിൽ അത് പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് സംസാരിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേരൊന്ന് പുറത്തേക്ക് നിൽക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. തോണങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. സിറും നീ സംസാരിച്ച് കഴിയുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ട് അവനും പുറത്തേക്ക് പോവാണ്. അടുത്ത് വീണ്ടും വിമ്മിനെയും ജിന്നിനെയും കാണിക്കുമ്പോൾ ഇപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ആ സമയം വിം ഫുഡ് കഴിക്കുന്നില്ല, പകരം അവൻ്റെ മനസ്സിൽ ഞാനെന്തിനാ ഇവൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നെന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മൈൻഡിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായിട്ട് ജിന്നാണെങ്കിൽ അത് പിന്നെ ഒരു സിനിമ കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കണമല്ലോ, അതിൻ്റെ ഒരു ഇതിൽ ഞാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിമ്മ് അവൻ മനസ്സിൽ വിചാരിച്ച കാര്യം കറക്റ്റ് അതിനുള്ള മറുപടി ജിന്ന് കൊടുക്കുന്ന കണ്ടിട്ട് നീ എന്താടാ എൻ്റെ മനസ്സെല്ലാം വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ അതൊന്നുമല്ല, അത് പിന്നെ നിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നീ എന്താണ് ആലോചിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് പറയാണ്. ആ സമയം വിമ്മാണെങ്കിൽ വീണ്ടും നല്ല ദേഷ്യത്തിൽ തന്നെ ഇരിക്കുകയാണ്. ജിന്നപ്പോൾ നമുക്ക് കുറച്ച് നേരം ഈ അടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് സമാധാനത്തിൽ ഇരുന്നൂടെ എന്ന് വെച്ചപ്പോൾ വിമ്മാണെങ്കിൽ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്താൽ, നമ്മളെപ്പം മീറ്റ് ചെയ്താലും നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്,
നിൻ്റെ അടുത്ത് ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കാൻ നോക്കിയല്ലോ, നീ എന്നെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നെ നീ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ സിനിമയ്ക്ക് കൊണ്ടുവന്നത്? പിന്നെ സിറാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേന്ന് പറഞ്ഞില്ലേ, അവൻ അങ്ങനെയൊന്നും ചെയ്യൂല, നീ എന്താ അടവിറക്കിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ഓക്കെ നീ ഒന്ന് സമാധാനിക്കുക, നിനക്ക് ഞാൻ കാര്യം പറഞ്ഞു തരാം, പക്ഷെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നീ എൻ്റെ വേറൊരു സിനിമ കാണാൻ വരുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം വിമ്മാണെങ്കിൽ ഒന്നും മിണ്ടായിരുന്നിട്ട് കാര്യം പറയാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ജിന്ന് പറയാണ്, അതായത് ക്യാനിൻ്റെ അച്ഛൻ മരിക്കുന്നതിൻ്റെ ദിവസം, അതായത് ഇന്ന് ക്യാനിനെയും സിറിനെയും മാത്രം ഫ്രണ്ട്സ് ആരും അടുത്തോട്ട് പോവാതെ ഒറ്റയ്ക്ക് വിടാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സിർ എൻ്റെ ആഗ്രഹപ്രകാരം നിന്നെ എന്നോട് വിടാമെന്ന് തീരുമാനിച്ചതെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനിന് വേണ്ടിയിട്ട് തന്നെ അങ്ങനെ വിട്ടു കൊടുക്കത്തില്ല എന്ന് ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ വിമ്മൊണ്ണെ സിറിനെ കോൾ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ജിന്നാണെങ്കിൽ ചുമ്മാ പറയുന്നതല്ലേ സിർ, നീ സത്യം പറയാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ സിറാണെങ്കിൽ ജിന്ന് പറയുന്നതൊക്കെ ശരിയാ, ക്യാനിന് വേണ്ടിയിട്ട് നിന്നെ ഞാൻ അവന് വിട്ടുകൊടുത്ത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ പാവം വിമ്മ് അങ്ങ് കംപ്ലീറ്റ് അങ്ങ് തകർന്നു പോകുന്നുണ്ട്. ആ സമയം വിമ്മ് നിനക്ക് എൻ്റെ അടുത്ത് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നിയടാ എന്നുള്ള രീതിയിൽ അവൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ഓക്കെ, അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, ഇതിപ്പോൾ നമ്മുടെ ആദ്യത്തെ മൂവി ഡേറ്റ് ആയിരുന്നില്ലേ, ഇനി രണ്ടാമത്തെ മൂവിക്ക് നമുക്ക് എപ്പോൾ പോകാമെന്ന് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം സിറിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ കോൾ കട്ട് ചെയ്തിട്ട് അവൻ പുറത്തേക്ക് നിൽക്കുവാണ്. ആ സമയം തോൺ അങ്ങോട്ടേക്ക് വന്നിട്ട് എനിക്ക് ഇതിൻ്റെ അടുത്ത് സംസാരിക്കാനുണ്ട്, നീ നേരത്തെ അവിടെ വെച്ച് പറഞ്ഞ കാര്യം സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സിർ ഏത് കാര്യം എന്ന് വെച്ചപ്പോൾ അത് പിന്നെ ക്യാനും നീയും ഡേറ്റിംഗ് ആണ്, ബോയ് ഫ്രണ്ടാണെന്ന് പറഞ്ഞത് അത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം സിർ അതേ സത്യമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം തോണിൻ്റെ കസിനാണെങ്കിൽ എന്തുകൊണ്ടാണ് ക്യാനിൻ്റെ അച്ഛൻ്റെ ഈ മരിച്ച ദിവസം ആരും തന്നെ ഇങ്ങോട്ടേക്ക് വരാത്തതെന്ന് നിനക്ക് അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സിർ ഇല്ല എന്ന് പറയുമ്പോൾ അതിന് കാരണം ക്യാന് അവൻ്റെ അച്ഛനുമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ദിവസമാണിത്, അതുകൊണ്ട് തന്നെ ആരും ഇങ്ങോട്ടേക്ക് വരത്തില്ല. നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഈ ദിവസം നന്നായിട്ട് ഓർമ്മയും ഉണ്ട്, അവൻ്റെ അച്ഛൻ മരിച്ചു പോയില്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴും വിഷമമുണ്ട്. എന്നാൽ ഒരാൾ പോലും ഈ ഒരു ദിവസം അവനെ ശല്യം ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വരത്തില്ല. അവനാണെങ്കിൽ ആരും ഇങ്ങോട്ടേക്ക് വരാനും സമ്മതിക്കത്തില്ല. എന്നാൽ അവൻ നിന്നെ കൊണ്ടുവന്നു, അത് പക്ഷേ അവൻ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമല്ല, അതുകൊണ്ട് തന്നെ നീ അവന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് തോന്നാണെങ്കിൽ പോകാൻ നിൽക്കുകയാണ്. ആ സമയം സിർ ഇപ്പോഴേ പോകണമെന്ന് വെച്ചപ്പോൾ അവനെ ഇപ്പം നോക്കാൻ നീ ഉണ്ടല്ലോ, അവന് എൻ്റെ ആവശ്യമില്ല, നീ ഒരു കാര്യം മാത്രം പ്രോമിസ് ചെയ്യണം, എന്തൊക്കെ സംഭവിച്ചാലും നീ അവനെ വിഷമിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട്. സിർ അപ്പോൾ അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരാൻ പറ്റത്തില്ല, എൻ്റെ എന്തെങ്കിലും പ്രവൃത്തി അവനെ വിഷമിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒരു കാര്യം ഞാൻ പ്രോമിസ് ചെയ്യാം, അവൻ്റെ കൂടെ തന്നെ എപ്പോഴും അവൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് ആ വാക്ക് നീ തെറ്റിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറയാണ്. ആ സമയം സിർ അല്ല എന്നെ എന്താ ഇത്ര പെട്ടെന്ന് വിശ്വസിച്ചത്, എൻ്റെ അടുത്ത് എന്താ ദേഷ്യപ്പെടാതെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്തോ അത് പിന്നെ നീ ക്യാനിൻ്റെ കൂടെ ഇന്ന് ഈ ദിവസം ഇവിടെ വരെ എത്തി, അതുകൊണ്ടാണ് എനിക്ക് നിന്നെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം സിറാണെങ്കിൽ അകത്തേക്ക് കയറി പോകുമ്പോൾ ക്യാനാണെങ്കിൽ അവൻ്റെ അച്ഛനോട് സംസാരിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ സിറാൻ്റെ അടുത്ത് നിന്നിരുന്ന് അവനെ സമാധാനിപ്പിക്കുമ്പോൾ ആ ക്യാനാണെങ്കിൽ അവൻ്റെ അച്ഛനെ മിസ് ചെയ്യുന്നെന്നും ഒക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് സിറിനെ ഹഗ് ചെയ്ത് വിഷമിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കാർ പാർക്കിംഗ് ഏരിയയിൽ കൂടെ വിമ്മും ജിന്നും നടന്നു വരുന്നതാണ്. ആ സമയം വിമ്മാണെങ്കിൽ ഫ്രണ്ടിൽ നടന്നിട്ട് എന്നാലും സിർ എനിക്കിട്ട് പണിയെന്നല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നടക്കുവാണ്. ആ സമയം ജിന്നാണെങ്കിൽ നമുക്ക് അടുത്ത സിനിമയ്ക്ക് എപ്പോൾ പോകാമെന്ന് വയ്ക്കുകയാണ്. വിമ്മ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ, എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ നിന്നോട് സിനിമയ്ക്ക് വരത്തില്ല എന്ന്. ആ സിറിനെ കണ്ടാൽ സത്യമായിട്ട് ഞാൻ വെറുതെ വിടത്തില്ല, തിങ്കളാഴ്ച കോളേജ് വെച്ച് കാണട്ടെ, സത്യമായിട്ട് എൻ്റെ യഥാർത്ഥ സ്വഭാവം അവൻ അറിയുമെന്ന് പറയുന്നുണ്ട്. ആ സമയം വിമ്മിങ്ങനെ ക്യൂട്ടായിട്ട് പറയുന്നുണ്ടിട്ട് നമ്മുടെ ജിന്ന് ചെറുതായിട്ട് ചിരി വരുന്നുണ്ട്. ആ സമയം വിമ്മ് എന്തിനാ ചിരിക്കുന്നത്, സത്യമായിട്ടാണ് പറയുന്നത്, അവനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയാണ്. പെട്ടെന്ന് ജിന്ന് വിമ്മിനെ കിസ് ചെയ്യുകയാണ്. വിമ്മാണെങ്കിൽ ഷോക്കായി പോകുന്നുണ്ട്. അങ്ങനെ കിസ് ചെയ്ത് കഴിയുമ്പോൾ വിമ്മാണെങ്കിൽ നീ എന്തിനാ ഇപ്പം എന്നെ കിസ് ചെയ്തെന്ന് നോക്കിയാണ്. ജിന്നപ്പോൾ അത് പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ ഒത്തിരി ക്ലൂ തരാൻ നോക്കി എന്നിട്ട് നിനക്ക് മനസ്സിലായില്ല എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിൻ്റെ അടുത്ത് അങ്ങ് തുറന്ന് പറയുന്നത്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിൻ്റെ പുറകെ നടക്കാൻ പോവാ, നമുക്കെന്തായാലും ഇനി തിങ്കളാഴ്ച കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ പെട്ടെന്ന് ഇത്രയൊക്കെ പറഞ്ഞ് കിസ്സൊക്കെ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ വിമ്മാണെങ്കിൽ ഞെട്ടിപ്പോവുകയും ചെയ്തു, ബ്ലഷ് ആവുകയും ചെയ്തു. അവൻ്റെ ഹാർട്ട് ബീറ്റ് ഇവ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിമ്മ് ദൈവം എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, ഇനിയിപ്പം ഞാനെങ്ങാനും ഇവനെ ലവ് ചെയ്ത് തുടങ്ങുകയാണോ, അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെയാണ് സ്വയം പറയുവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ക്യാനാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റ് വരുന്നതാണ്. ആ സമയം സിർ കോഫി ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ക്യാൻ്റെ അടുത്ത് നീ ഇവിടെ ഇരിക്കുക, ഞാനിപ്പോൾ റെഡിയാക്കിയിട്ട് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ക്യാനപ്പോൾ സിറിനെ തന്നെ നോക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും അച്ഛൻ്റെ ഓർമ്മയിൽ തന്നെ അവൻ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് കോളേജിൽ കാണിക്കുമ്പോഴും ക്ലാസ് കഴിഞ്ഞിട്ട് സിറാണെങ്കിൽ കൂട്ടിക്കൊണ്ടുപോയി അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ക്യാനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിനോട് ബൈ പറഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ അവൻ്റെ മൈൻഡ് അപ്പോഴും ഓക്കെ ആവുന്നില്ല. ജിന്നിന് അത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നീട് ക്യാനാണെങ്കിൽ വീട്ടിൽ ഇരിക്കുമ്പോഴും എന്തോ ആലോചന ഇരിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടും സിറാണെങ്കിൽ എന്ത് പറ്റി നോക്കുമ്പോൾ ക്യാൻ ഒന്നുമില്ല എനിക്ക് വിശക്കുന്നു വന്ന് നോക്കി ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വിഷയം മാറ്റി വിടാണ്. പിന്നീട് ക്യാനെ കാണിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ്റെ ഏക ഓർമ്മയായിട്ടുള്ള ഒരേ ഒരു സംഭവം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഒരു സംഭവം മുമ്പ് അവൻ്റെ അച്ഛനെക്കുറിച്ച് ഓർത്തപ്പോൾ അവൻ എടുത്ത് വെച്ച് കെട്ടിപ്പിടിച്ചിരുന്ന് കരയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്താ സംഭവം എന്ന് അന്ന് നമ്മളെ കാണിച്ചില്ല. ആ ഒരു സംഭവം അവൻ ഇപ്പോൾ എടുത്തിട്ട് നിന്നെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എത്ര നാളായി എന്ന് പറഞ്ഞിട്ട് അതിനെയും കൊണ്ട് സോഫയിൽ ചെന്നിരുന്നിട്ട് അത് ഓപ്പൺ ചെയ്യാണ്. അത് ആക്ച്വലി ഫ്ലൂട്ടിൻ്റെ സംഭവങ്ങളായിരുന്നു. അവൻ്റെ അച്ഛനാണെങ്കിൽ ഫ്ലൂട്ട് വായിക്കുമായിരുന്നു.
ഇരിക്കുമായിരുന്നു. അങ്ങനെ അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ സിറു വന്നിരുന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ഇതെൻ്റെ അച്ഛൻ്റെ ഫ്ലൂട്ടാണ്, അച്ഛനാണെങ്കിൽ മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് പഠിപ്പിച്ചു തരാമെന്നൊക്കെ. പക്ഷേ അന്ന് എനിക്ക് പഠിക്കണമെന്ന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കണമെന്ന് തോന്നിയാലും പറഞ്ഞു തരാൻ ഇവിടെ ആളില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതെടുത്ത് വെച്ച് ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യും, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. സിറു അപ്പോൾ നീ ഓക്കെ ആണെന്ന് ചോദിച്ചപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. അച്ഛൻ മരിച്ച ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ തന്നെ അച്ഛൻ്റെ ഓർമ്മയിലൊക്കെ ആയിരിക്കും. അത് നോർമലായിട്ടുള്ള കാര്യമാണ്. നീ അത് ഒന്ന് ശീലിച്ച് വെച്ചോ, കാരണം എല്ലാ വർഷവും ഈ ഒരു ടൈം ആകുമ്പോൾ ഞാൻ കുറച്ച് മൈൻഡ് ഡിസ്റ്റർബ്ഡായിട്ട് ഇരിക്കാറുണ്ടെന്ന് പറയാം. അതിനുശേഷം ഞാനാണെങ്കിൽ അച്ഛനാണെങ്കിൽ മുമ്പ് അമ്മയ്ക്ക് എന്നും ഇതിൽ നിന്ന് ഈ ഫ്ലൂട്ട് വായിച്ച് പാട്ടൊക്കെ പാടിക്കൊടുക്കുമായിരുന്നു. അവരെന്ത് റൊമാൻറ്റിക് ആയിരുന്നു എന്നറിയാം, നല്ല രസമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ ഈ ഫ്ലൂട്ട് എനിക്ക് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ പാർട്സ് എല്ലാം നേരെ വെച്ചിട്ട് ഫ്ലൂട്ട് നല്ല അടിപൊളിയായിട്ട് വായിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോഴത്തേക്കും നാടെ ക്യാൻ ഇമോഷണലൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ, നീ എനിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തു തരുന്നില്ലേ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു തരും എന്ന് പറയാണ്. ആ സമയം ഒന്നും ചെയ്തു തരണ്ട, എന്നെ എപ്പോഴും നിൻ്റെ കൂടെ നിൽക്കാനായിട്ട് സമ്മതിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർ കിസ് ചെയ്തിട്ട് അന്ന് ഇൻറ്റിമേറ്റ് ആവാണ്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്യാൻ അവൻ്റെ അടുത്തില്ല. അതേസമയം ക്യാനിനെ കാണിക്കുമ്പോൾ അവൻ ഏതൊരു പാലത്തിൻ്റെ അടുത്തായിട്ട് എന്തോ ആലോചിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് ക്യാനിൻ്റെ അടുത്ത്, ക്യാൻ നീ എന്താ ഫോൺ എടുക്കാതെ, നീ എന്തിനാ ഫോൺ ഓഫാക്കി വെച്ചത്, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്, എഴുന്നേറ്റപ്പോൾ എന്നെ എന്താ എഴുന്നേൽപ്പിക്കാത്തേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ നീ തിരിച്ച് നിൻ്റെ ലോകത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. ആ സമയം അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ ക്യാനാണെങ്കിൽ നീ ഇവിടെ നിൽക്കേണ്ട ആളല്ല, ഇപ്പോൾ ആ ലോകത്തുള്ള ക്യാനാണെങ്കിൽ നീ ഇല്ലാതെ വിഷമിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ട വേദന എനിക്കറിയാം, അതുകൊണ്ട് നിന്നെ നഷ്ടപ്പെട്ട വേദന ആ ക്യാനിപ്പോൾ എങ്ങനെയായിരിക്കും അനുഭവിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നീ ഇവിടെ നിൽക്കരുത്, ഞാനും അവനും ഒരുപോലെ ആയിരിക്കാം, പക്ഷേ നീ സ്നേഹിക്കുന്ന ക്യാൻ ഞാനല്ല, അത് അവനാണ്, അതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകും, ഇനി നീ ഇവിടെ നിൽക്കല്ലെന്ന് പറയുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ ആ പാരലൽ യൂണിവേഴ്സിൻ്റെ കാര്യവും സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ വരുന്നുണ്ട്. എന്നാൽ ഉടനെ തന്നെ ക്യാനാണെങ്കിൽ വേണ്ട, എനിക്കിപ്പോൾ ഒന്നും കേൾക്കണ്ട, എനിക്ക് ഇതിനെക്കുറിച്ച് ആരെയൊക്കെ ഒരു ടൈം വേണം, എത്രയും പെട്ടെന്ന് നീ തിരിച്ചു പോകണം, നിന്നെ തിരിച്ചയക്കാനുള്ള എല്ലാ വഴിയും അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നടന്നു പോകുന്നുണ്ട്. എന്നാൽ വിടുന്നില്ല, പുറകെ പോവാണ്. അങ്ങനെ ക്യാനാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരു വണ്ടി അവൻ്റെ നേർക്ക് വരുന്നുണ്ട്. എന്നാൽ അത് ക്യാൻ കാണുന്നില്ല. അത് ശ്രദ്ധിച്ചിട്ട് സിറാണെങ്കിൽ പെട്ടെന്ന് ക്യാനിനെ മാറ്റുന്നുണ്ട്. എന്നാൽ ആ നേരം കൊണ്ട് സിറിനെ ആ ഒരു വണ്ടി ഇടിക്കുവാണ്. അങ്ങനെ അവൻ്റെ ബോധം പോയിട്ട് അവൻ കിടക്കുമ്പോഴത്തേക്കും ക്യാനാണെങ്കിൽ നീ എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നുണ്ട്. ചുറ്റും ആൾക്കാർ കൂടുന്നുണ്ട്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എൻ്റെ ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇടുന്നവരെ ബൈ.